തോരാമഴയിൽ തീരാ ദുരിതം. സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുന്നു. ഇന്ന് 11 ജില്ലകൾക്ക് റെഡ് അലർട്ടാണ്. ഓറഞ്ച് അലർട്ടുള്ള തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെയുള്ള 11 ജില്ലകളിലാണ് അതിതീവ്ര മഴ മുന്നറിയിപ്പ്. എറണാകുളം മൂവാറ്റുപുഴയാറിൽ വടക്കേക്കടവിൽ ഒഴുക്കിൽപ്പെട്ട് ഒരാളെ കാണാതായി. കോതമംഗലം കുട്ടമ്പുഴ പഞ്ചായത്തിലെ മണികണ്ഠൻചാൽ ചപ്പാത്ത് വെള്ളത്തിനടിയിലായി. തൃശൂർ മാളയിൽ വൻ മരം കടപുഴകി വീണതിനെ തുടർന്ന് ഗതാഗതം സ്തംഭിച്ചു. അതേസമയം ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് പഴശ്ശി ഡാമിൻ്റെ 16 ഷട്ടറുകളിൽ 13 എണ്ണവും തുറന്നു. നിലവിൽ 24 മീറ്ററാണ് പഴശ്ശിയിലെ ജലനിരപ്പ്. കോട്ടയം പനച്ചിക്കാട്, ചാന്നാനിക്കാട്, കണിയാമല കവലയിൽ മരം വീണ് വീട് തകർന്നു. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് രേഷ്മ ബാബു ഒപ്പം ചേരും. രേഷ്മ, മധ്യകേരളം മുതൽ അങ്ങോട്ടാണ് കൂടുതൽ മഴപ്പെയ്ത്തും കനത്ത കാറ്റും നാശനഷ്ടവും ഒക്കെ ഉണ്ടായിരിക്കുന്നത്, അല്ലേ? മധ്യ കേരളത്തിൽ കനത്ത മഴയും അതോടൊപ്പം തന്നെ കനത്ത കാറ്റുമാണ് ഉള്ളത്. വലിയ രീതിയിലുള്ള നാശനഷ്ടം ഉണ്ട്, കടലാക്രമണം ഉണ്ട്, അതോടൊപ്പം തന്നെ കരയിൽ കൃഷിനാശമുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടും കോതമംഗലം കുട്ടമ്പുഴ പഞ്ചായത്തിലെ മണികണ്ഠൻചാല് ചപ്പാത്ത് വെള്ളത്തിനടിയിലായിരിക്കുകയാണ്. വഞ്ചിയിൽ ആളുകളെ തിരികെ എത്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഉറിയംപെട്ടി, വെള്ളാരംകുത്ത് തുടങ്ങിയ ആദിവാസി ഊരുകൾ, മണികണ്ഠൻചാൽ ഗ്രാമവും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. ഇനിയും കൂടുതൽ വെള്ളം പുഴയിൽ ഉയരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വഞ്ചിയാത്ര അടക്കം നിർത്തിവെച്ചിട്ടുണ്ട് ഈ ഘട്ടത്തിൽ. അതോടൊപ്പം തന്നെ ഒഴുക്കിൽപ്പെട്ട് മൂവാറ്റുപുഴയിൽ ഒരാളെ കാണാതായിട്ടുണ്ട്. വള്ളിക്കട സ്വദേശിയായിട്ടുള്ള ജോബിനെ ഇന്നലെ രാത്രിയിലാണ് വടക്കേക്കടവിൽ വെച്ച് ഒഴുക്കിൽപ്പെട്ട് കാണാതായിട്ടുള്ളത്. ഇന്നും തെരച്ചിൽ തുടരുമെന്നാണ് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ എറണാകുളം ജില്ലയിലെ മലയോര മേഖലയിൽ കനത്ത മഴ പെയ്യുന്നുണ്ട്. മലങ്കര ഡാമിന്റെ അതോടൊപ്പം തന്നെ ഭൂതത്താൻകെട്ട് അണക്കെട്ടിന്റെയും ഷട്ടറുകൾ ഉയർത്തിയിരിക്കുകയാണ്. പെരിയാറിലടക്കം ജലനിരപ്പ് ഉയരുന്നുണ്ട്. മൂവാറ്റുപുഴ ആറ്, അതോടൊപ്പം ചാലക്കുടി പുഴ, ഇവയൊക്കെ തന്നെ ജലനിരപ്പ് ഉയരുന്നുണ്ട്. അതുകൊണ്ട് ഈ തീരത്തുള്ളവർ കനത്ത ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനം എറണാകുളം ജില്ലയിലെ കടലോര മേഖല തന്നെയാണ്. ഈ കടലോര മേഖലയിൽ തീരപ്രദേശത്ത്, അതായത് ചെല്ലാനം, കണ്ണമാലി തുടങ്ങിയ ചെറിയ കടവ് പോലെയുള്ള പ്രദേശത്ത് വലിയ രീതിയിലുള്ള കടലേറ്റം ഉണ്ട്. ഈ ടെട്രാപ്പാട് പാകാത്ത ചെറിയ കടവ് മുതലുള്ള ഭാഗത്താണ് കൂടുതലായിട്ട് കടലാക്രമണം രൂക്ഷം. രാത്രിയോടുകൂടി തിരമാലകൾ ശക്തിയായിട്ട് ഉയരുമെന്നാണ് സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സുരക്ഷാ മുൻകരുതൽ എന്നുള്ള രീതിയിൽ മത്സ്യബന്ധനത്തിന് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും വരും മണിക്കൂറുകളിൽ കനത്ത മഴയും കാറ്റുമാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ് കേന്ദ്രം നൽകിയിട്ടുള്ളത്. സാനു കെ ജോ സജീവ് കൂടി ഒപ്പം ചേരുന്നുണ്ട്. സാനു, തൃശ്ശൂർ മാളയിലാണെന്ന് തോന്നുന്നു ഒരു വലിയ മരം വീണ് ഗതാഗതം സ്തംഭിച്ചു എന്ന വാർത്ത വന്നിരുന്നു. എന്താണ് തൃശ്ശൂരിലാകെ മഴ? ഷാജ്, തൃശ്ശൂരിൽ ഇന്ന് പുലർച്ചെ തുടങ്ങിയ മഴ ഇപ്പോഴും തുടരുകയാണ്. അതേപോലെ തന്നെ അതിരപ്പള്ളിയിലെ വിനോദസഞ്ചാര കേന്ദ്രത്തിൽ വിനോദസഞ്ചാരികൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതായത് വിനോദസഞ്ചാര കേന്ദ്രത്തിന് മുന്നിലുണ്ടായിരുന്ന വലിയ വൻമരങ്ങൾ കടപുഴകിയതിനെ തുടർന്നാണ് അവിടെ താൽക്കാലികമായിട്ടുള്ള ഒരു നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. വിനോദസഞ്ചാരികളടക്കം നിരവധി ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. അവിടെ അപകട ഭീഷണിയുള്ള സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടാണ് വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ അവിടെ ഒരു നിരോധനം, അതായത് വിനോദസഞ്ചാരികൾക്ക് താൽക്കാലികമായിട്ടുള്ളൊരു നിരോധനം ഏർപ്പെടുത്തി ആ പ്രദേശം അടച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ മാളയിലും വലിയ വൻമരം കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അതേപോലെ തന്നെ തൃശ്ശൂർ നഗരത്തിലെമ്പാടും ഈ തുടർച്ചയായി പെയ്യുന്ന മഴയിൽ ഓടകൾ അടക്കം കരകവിഞ്ഞൊഴുകുന്ന, അതായത് ഓടകൾ പൊട്ടി പല ഭാഗത്തും തകർന്നിട്ടുണ്ട്. ഇതിലൂടെ അഴുക്ക് വെള്ളം, അതായത് അഴുക്കുചാലിലൂടെ വെള്ളം ഒഴുകുന്ന ഒരു സാഹചര്യവും നിലവിലുണ്ട്. അതേപോലെ തന്നെ കുന്നംകുളം അടക്കമുള്ള മലയോര മേഖലകളിലടക്കം മണ്ണിടിച്ചിൽ ഭീഷണിയും നിലനിൽക്കുന്നു. 25ഓളം വീടുകൾ ആ പ്രദേശത്ത് മണ്ണിടിച്ചിൽ ഭീഷണിയിലാണ്. അതേപോലെ തന്നെ ഈ എരുമപ്പെട്ടി പ്രദേശത്ത് വ്യാപക കൃഷിനാശവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ശരി സാനു, മറ്റൊരു വാർത്തയിൽ കൂടി സാനു വിവരങ്ങൾ നൽകേണ്ടതുണ്ട്.